ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിൻ്റെ ഹംപി കാഴ്ചകൾ 4th എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന കൽത്തൂണുകളുള്ള ഇന്ത്യൻ കറൻസി 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സ്റ്റോൺ ചാരിയറ്റുള്ള ഹംപിയിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രശസ്തവുമായ പൗരാണിക ഭാരതത്തിലെ ഒരു വാസ്തുവിദ്യാ വിസ്മയമായ വിജയ വിഠാല സ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത്. മുഗൾ ആക്രമണകാരികളാൽ ഒത്തിരി കേടുപാടുകൾ ഇതിന് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും 500 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മഹത്വം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നു. പണ്ടുകാലത്ത് വലിയ വാഹനങ്ങൾ ഈ ക്ഷേത്രത്തിന് അടുത്ത് വരെ പോയിരുന്നുവെങ്കിലും യുനെസ്കോയുടെ പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻറ്റിൽ ഇടം നേടിയ ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഇപ്പോൾ 1 കിലോമീറ്ററോളം ദൂരത്തിൽ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ഇലക്ട്രിക് വാഹനത്തിലാണ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. 10 രൂപയാണ് ചാർജ്. ഹംപിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികളിൽ ഒരാളായ ദേവരായ രണ്ടാമൻ 15ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. പിന്നീട് ഈ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായരുടെ കാലത്ത് ഇന്നത്തെ രൂപത്തിൽ ഏറ്റവും മഹനീയമായി ഇത് വികസിപ്പിച്ചെടുത്തു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തകർന്ന ബസാറും ക്ഷേത്രങ്ങളും പുഷ്കരണിയും എല്ലാം നമുക്ക് കാണാൻ കഴിയും. 800ഓളം മീറ്റർ പരന്നു കിടക്കുന്ന വളരെ വിശാലമായ 2 സൈഡിലും മണ്ഡപങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റ്. അന്നത്തെ മെയിൻ മാർക്കറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ വിത്തല ബസാർ. ഇവിടെ സ്വർണവും രത്നവും പവിഴവും മുത്തുകളും എല്ലാം ഓപ്പണായി വിറ്റിരുന്നു. ബാർട്ടർ സിസ്റ്റത്തിലാണ് മാറ്റക്കച്ചവടം ഇവിടെ ഉണ്ടായിരുന്നത്. വിദേശത്ത് നിന്നും ഒരുപാട് അന്യനാടുകളിൽ നിന്നും ആളുകൾ അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും മുത്തും പവിഴവുമെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. കുതിരക്കച്ചവടത്തിന് പേര് കേട്ട ഈ വിത്തല ബസാർ ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കുന്നു. സുന്ദരമെങ്കിലും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. കുതിര കച്ചവടം നടത്തുന്ന വിദേശികളെ ചിത്രീകരിക്കുന്ന കൊത്തുപണികൾ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വിജയ വിത്തല ബസാറിൻ്റെ അറ്റത്താണ് വിജയ വിഠാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര നഗരിയായ ഹംപിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ സ്മാരകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ നിർമ്മിതിയാണ് ഈ വിഠാല ക്ഷേത്രം എന്ന് പറയാം. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രം. അക്കാലത്തെ ശില്പികളുടെ അപാരമായ സർഗാത്മകതയും വാസ്തുവിദ്യാ വൈഭവത്തിനും ഉത്തമോദാഹരണമാണ് ഈ ക്ഷേത്രം. വിശാലമായ ചുറ്റുമതിലുകളാലും 3 വശങ്ങളിലും പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളാലും ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്ര സമുച്ചയം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വിത്തലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.
വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അതിശയകരമായ വാസ്തുവിദ്യയായി കണക്കാക്കപ്പെടുന്ന സ്റ്റോൺ ചാരിയറ്റ് അഥവാ കല്ല് രഥം ഈ ക്ഷേത്രമുറ്റത്ത് നമുക്ക് കാണാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ 3 കല്ല് രഥങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ കൽരഥം. യഥാർത്ഥത്തിൽ ഹിന്ദുമത വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ വാഹകനായ ഗരുഡന് സമർപ്പിച്ചിരിക്കുന്ന ദേവാലയമാണ് ഈ സ്റ്റോൺ ചാരിയറ്റ്. ഇതിൻ്റെ ഉള്ളിൽ അഥവാ ശ്രീകോവിലിൽ ഗരുഡ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ കല്ലുരഥത്തിൻ്റെ ചക്രങ്ങൾ തിരിയുമായിരുന്നു. എന്നാൽ കൂടുതൽ കേടുപാട് സംഭവിക്കാതിരിക്കാൻ സർക്കാർ ഇത് സിമൻ്റിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നിലുള്ള 2 ആനകൾ ആദ്യം ഉണ്ടായിരുന്നില്ല, പകരം 2 കുതിരകളായിരുന്നു. അവ പൊട്ടിപ്പോയപ്പോഴാണ് ആനകളെ പ്രതിഷ്ഠിച്ചത്. ഹംപിയിൽ കാണുന്ന ഏറ്റവും മനോഹരമായ ശില്പമാണ് ഈ രഥം എന്ന് പറയാം. ഇതേ കൽരഥം തന്നെയാണ് നമ്മുടെ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നതും. സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. തൊട്ടു മുമ്പിൽ കാണുന്നത് കല്യാണ മണ്ഡപമാണ്. പണ്ടുകാലത്ത് ഇവിടുത്തെ ദേവനെയും ദേവിയെയും കല്യാണം കഴിപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ നടന്നിരുന്ന മണ്ഡപമാണ് ഈ കല്യാണ മണ്ഡപം. കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒത്തിരി കൊത്തുപണികളും മനോഹരമായ ശില്പങ്ങളാലും അലങ്കൃതമായ ഒത്തിരി മണ്ഡപങ്ങളും ഹാളുകളും ശ്രീകോവിലുകളും പവലിയനുകളും ഇവിടെയുണ്ട്. ദേവിയുടെ ശ്രീകോവിൽ, സഭാമണ്ഡപം അഥവാ മഹാമണ്ഡപം, രംഗമണ്ഡപം, ഉത്സവ മണ്ഡപം എന്നിവയും നമുക്കിവിടെ കാണാം. ഇവിടെ കാണുന്ന ഈ ഭിത്തി ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ഈ മണ്ഡപം സംരക്ഷിക്കുന്നതിനായി അടുത്തിടെ പണികഴിപ്പിച്ചതാണ്. ദ്രാവിഡിയൻ കൊത്തുപണികൾ ധാരാളമുണ്ട്. യാലി എന്ന മിത്തിക്കൽ ആനിമലിൻ്റെ രൂപവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് രംഗമണ്ഡപമാണ്. ഈ വിഠാല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ രംഗമണ്ഡപം. ലോകപ്രശസ്തമായ സംഗീതം പൊഴിക്കുന്ന 56 മ്യൂസിക്കൽ പില്ലേഴ്സ് അഥവാ സംഗീത തൂണുകൾ ഇവിടെയുണ്ട്. വിരലുകൊണ്ട് മീട്ടിയാൽ മ്യൂസിക്കൽ ഉപകരണത്തിലെന്ന പോലെ സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന അത്ഭുത കൽത്തൂണുകൾ. കൃഷ്ണദേവരായർ തൻ്റെ ഭാര്യയുടെ നൃത്തം ആസ്വദിക്കാനായി നിർമ്മിച്ച സംഗീത മണ്ഡപം. ഓരോ പ്രധാന സംഗീത തൂണിനും 7 ചെറിയ തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ കൽത്തൂണുകളിൽ നിന്നുള്ള സംഗീതത്തിൻ്റെ രഹസ്യമറിയാതെ ലോകം അത്ഭുതപ്പെടുന്നു. ഈ രഹസ്യമറിയാനുള്ള ശ്രമത്തിൽ ഇവിടുത്തെ 2 സംഗീത തൂണുകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഫലമോ വിഫലം. ഈ സംഗീത തൂണുകൾക്ക് കേടുപാട് സംഭവിക്കാതിരിക്കാൻ ഇവയിൽ ടാപ്പ് ചെയ്യുന്നതും ഇന്ന് സർക്കാർ നിരോധിച്ചിരിക്കുന്നു. പല മണ്ഡപങ്ങളും സംരക്ഷിക്കാൻ സപ്പോർട്ടിംഗ് വാൾ പണിതിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
കുതിരപ്പുറത്തിരിക്കുന്ന വിദേശിയുടെ രൂപം. യാലി രൂപങ്ങളും ഒത്തിരി കൊത്തുപണികൾ, നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ. ഭാഗികമായി തകർന്ന ഈ വിഠാല ടെമ്പിൾ ഇന്ന് നമ്മുടെ നൊമ്പരമാണ്. ദ്രാവിഡിയൻ വാസ്തുവിദ്യ വൈഭവത്തിൻ്റെ മകുടോദാഹരണം. ശില്പഭംഗിയുടെ വിസ്മയ കാഴ്ചകൾ. കല്ലുകൾ കഥ പറയുന്ന വിജയ് വിഠാല ക്ഷേത്രത്തിലെ നൊമ്പര കാഴ്ചകൾ മനസ്സിലേറ്റി അദമ്യമായ ആരാധനയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. കൂടുതൽ ഹംപി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. Please like and share my videos. Thank you.